നമ്മളിന്ന് തിരുവനന്തപുരത്തെ തെരുവുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ PSC സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറേ പേർ പുല്ലു തിന്നുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഗതികേട്. LPST റാങ്ക് 1ാം റാങ്ക് വരെ എത്തിയിട്ടുള്ള ആളുകളാണ് ഇന്ന് ആ തെരുവിലിരുന്ന് പുല്ല് തിന്നേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് ആ സമരം DYFI ഏറ്റെടുത്തിരിക്കുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം കേട്ടോ, DYFI ഏറ്റെടുത്തു. എന്താ 10 വർഷം മിണ്ടാത്തവരാണ് ഏറ്റെടുത്തതെന്ന് പറയണം. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു ചായ്വ്? VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സമരം ഏറ്റെടുക്കാനൊക്കെ ഇവർക്ക് എങ്ങനെയാണ് ഇത്ര ഒരു ധൃതി അല്ലെങ്കിൽ ആവേശം? എങ്ങനെയാണ്? DYFIയുടെ ശബ്ദമൊന്നും അങ്ങനെ അടഞ്ഞു പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് DYFI സമരങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LPST റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. കാരണം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ 3-4 മാസമായി, ഈ 3-4 മാസക്കാലമായിട്ടും ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനോ കഴിയാത്ത അവസ്ഥ. കാരണം ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ തൊഴിലില്ല. ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് എയ്ഡഡ് സ്കൂളുകളുണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ സ്കൂളുകൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ എല്ലാം പണം കൊടുത്തിട്ടാണ് അധ്യാപകരെ നിയമിക്കുന്നത്. അവരെ ഇഷ്ടക്കാരെയാണ് പലപ്പോഴും നിയമിക്കുന്നത്. അപ്പോൾ അതെല്ലാം PSCക്ക് വേണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ഈ സ്കൂളുകളിൽ 1-to-1, അതായത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആനുപാതികം കുറയ്ക്കണം. ഇപ്പോൾ പല ക്ലാസ്സുകളും നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകനുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 60 പേരൊക്കെയാണ്, അല്ലെങ്കിൽ 30 പേരോ 40 പേരോ ഒക്കെയാണ് ഒരു ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പം ആ അനുപാതം കുറയ്ക്കണം. ഒരു അധ്യാപകന് എത്ര കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള പഠനങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമാണ്. പിന്നീടുള്ള വിഷയം എന്ന് പറയുന്നത് PSC റാങ്ക് ലിസ്റ്റ് എഴുതി റാങ്കിൽ വന്നിട്ടും ജോലി കിട്ടാത്ത ആളുകൾ. അപ്പോൾ ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരുമായിട്ട് ഏകദേശം 4-5 തവണ ചർച്ചകൾ ചെയ്തു. പക്ഷെ അതൊന്നും പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. പിന്നീടുള്ളത് തസ്തികകൾ ഒഴിവ് വരണം. ഒഴിവ് വന്നെങ്കിൽ മാത്രമേ, ഇപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് PSCയിൽ എവിടെയെങ്കിലും ഒഴിവുകൾ വന്നാൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള റിപ്പോർട്ടുകൾ പോയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10 വർഷക്കാലമായിട്ട് ശബ്ദമില്ലാതിരുന്ന, കൈയില്ലാതിരുന്ന, വായില്ലാതിരുന്ന, തലയില്ലാതിരുന്ന SFI ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് PSC സമരപ്പന്തലിലേക്ക് പോവുകയാണ്. എന്തൊരു ആക്ഷേപമാണ്! സമരം ചെയ്യണം, DYFIക്കാർ സമരം ചെയ്യണം. പക്ഷേ ഒരു പഴയകാല ചരിത്രം കൂടി അവർ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണം സമരം ചെയ്യാൻ. എന്താണ് ഇവരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സമരങ്ങളെ അടിച്ചൊതുക്കാനും ആക്ഷേപരൂപേണ മാത്രം കാണാനും ഉണ്ടായിരുന്നൊരു സംഘടന. ഇവിടുത്തെ UDFകാരോ കോൺഗ്രസ്സുകാരോ KSUക്കാരോ സമരം ചെയ്തു കഴിഞ്ഞാൽ ആക്ഷേപത്തോടെ മാത്രം കണ്ടിരുന്ന, ആക്ഷേപിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്ന് PSC സമരവേദിയിലാണ്. എന്തിനാണ്? PSC ഉദ്യോഗാർത്ഥികളോട് അവർക്ക് പെട്ടെന്ന് സ്നേഹമുണ്ടായി, പെട്ടെന്ന് അവർക്ക് സംഘടനാ ബോധമുണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്തു? കൂട്ടത്തോടെ അവിടെ ചെല്ലുന്നു, VD സതീശനെ 10 തെറി വിളിക്കുന്നു. അതാണ് ഞാനും മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് എങ്ങനെയാണ് ആ സമരപ്പന്തലിൽ ചെന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ കണ്ടതാണ്, ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഇടതുപക്ഷ അനുഭാവിക്കാണ് 1ാം റാങ്ക് കിട്ടിയത്. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഇവർക്ക് എങ്ങനെയാണ് ആ സമരപ്പന്തലിൽ പോയി നിൽക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും DYFI സമരം ചെയ്യരുതെന്നോ ഒന്നുമല്ല പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ ഇന്ന് വന്നിട്ട് വീമ്പിളക്കുകയാണ്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ എന്തോ ചെയ്ത് കളയുമെന്നൊക്കെ പറയുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മറന്നുപോയ ഒട്ടനേകം വിഷയങ്ങളുണ്ട്. പ്രധാനമായിട്ടും PSCയിൽ നമ്മൾ കണ്ടതാണ്, SI റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുമ്പോൾ, ഉപ്പുകളിൽ നിൽക്കുമ്പോൾ, മുട്ടുകാലിൽ എഴയുമ്പോൾ, അന്ന് ആക്ഷേപരൂപേണയാണ് DYFI ഇതിനെയൊക്കെ കണ്ടത്. കുറേ ആളുകളുടെ നാടകം, ഇവിടെ പിണറായി വിജയൻ എല്ലാം ചെയ്തു തന്നില്ലേ എന്നുള്ള ആക്ഷേപം മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ശിവരഞ്ജിത്തിനെ പോലുള്ള ആളുകൾക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങൾ ജോലി കൊടുത്തോളാം, നിങ്ങൾ അന്വേഷിക്കേണ്ട കോൺഗ്രസ് എന്ന് പറയുന്ന ശൈലി, ഇതായിരുന്നു DYFIയുടെ ശൈലി എന്ന് പറയുന്നത്. ഇപ്പോൾ ആസൂത്രണ ബോർഡിൻ്റെ കാര്യം പറഞ്ഞു. ആസൂത്രണ ബോർഡ് മാത്രമല്ല, PSCയിൽ എത്ര ഇടങ്ങളിലാണ് PSCയെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു PSC എന്ന് പറയുന്നത്. കാരണം
പണം കൊടുത്ത് കയറാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലായിരുന്നു. ബാക്കി സർക്കാർ സംവിധാനത്തിൽ എവിടേക്കാണെങ്കിലും ഒന്നെങ്കിൽ പാർട്ടി ബന്ധം വേണം, അല്ലെങ്കിൽ പണം വേണം. ഈ 2 മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് പലപ്പോഴും ജോലി കൊടുക്കുന്നത്. PSCയിൽ അങ്ങനെയല്ല. PSCയിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലി കൊടുക്കുന്നത്. ആ PSCയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ സഖാക്കന്മാർക്ക് ജോലി കൊടുത്തപ്പോൾ അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള വാർത്തകൾ VD സതീശൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോൾ മാർക്ക് ലിസ്റ്റുമായിട്ട് 10 ക്വസ്റ്റ്യനുകൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നൊരു സാഹചര്യം. എന്തിനാണ്? അയാൾക്ക് 1ാം റാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അയാൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ചോദ്യങ്ങൾ ഒഴിവാക്കുന്നു. അതിൻ്റെ പേരിൽ PSCക്കെതിരെ ഒരു സമരം ചെയ്യാൻ ഏതെങ്കിലും സഖാവിന് കഴിഞ്ഞിരുന്നോ? ഒന്ന് ശബ്ദമുയർത്താൻ ഏതെങ്കിലും സഖാവിന് കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് PMC വരെയുള്ള പദ്ധതികളിൽ വാ മൂടിക്കെട്ടിയ DYFI ആയിരുന്നു. അവരിന്ന് സമരവുമായി വന്നിരിക്കുകയാണ്. അവർ VD സതീശനെ വലിയ രീതിയിൽ അങ്ങ് ആക്രമിച്ചു കളയുകയാണ്. അല്ല, ഈ സമയത്താണ് ഞാൻ മറ്റ് യുവജന സംഘടനകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ KSUവിൻ്റെ കാര്യം നോക്കാം. KSUയുടെ VD സതീശനുമായി പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളിലേക്കൊക്കെ വന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് യൂത്ത് ലീഗിൻ്റെ കാര്യം എടുക്കാം. യൂത്ത് ലീഗ് ആയാലും ഇതുപോലെ സ്വന്തം കോളേജിൽ എന്ന് പറഞ്ഞാൽ PK ബഷീർ ഉടമസ്ഥതയിലുള്ള കോളേജിൽ ഇതുപോലെ കോഴ ആരോപണം വന്നപ്പോൾ അവിടെ ശബ്ദം ആദ്യം ഉയർത്തിയത് യൂത്ത് ലീഗാണ്. ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഈ മിണ്ടാതിരിക്കാൻ പറ്റുന്നു? നേതാക്കളുടെ എന്ത് നെറുകേടിനും മിണ്ടാതിരിക്കാൻ പറ്റുന്നു? അതാണ് ഇവരുടെ ഈ അടിമകൾ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവുന്നത്. അല്ല, അടിമത്തം മാത്രമല്ല, സംഘടനാബോധം പലപ്പോഴും DYFI മറന്നു പോയിരുന്നു. ഇപ്പോൾ ഇനിയുള്ള കാലത്തിൽ DYFI ശക്തമായിട്ട് വരണം. കാരണം നല്ല ഭരണപക്ഷം ഉണ്ടാകണമെങ്കിൽ നല്ല പ്രതിപക്ഷം ഉണ്ടാകണം, നല്ല സമരങ്ങൾ ഉണ്ടാകണം. പക്ഷേ ഇവിടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. DYFIയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? സർക്കാർ കയറി പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുകയാണ്. അവിടെ ഒരാൾക്ക് മരണമുണ്ടായതിൻ്റെ പേരിൽ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരവധി ഉണ്ടാകുമ്പോൾ ശബ്ദമുയർത്താത്ത DYFI സർക്കാർ കയറിയതിൻ്റെ പിറ്റേ ദിവസം സമരം ചെയ്യുകയാണ്. അവിടെയാണ് ഇവരുടെ പൊള്ളത്തരങ്ങൾ വെളിയിലേക്ക് വരുന്നത്. DYFI ക്വാളിറ്റിയുള്ള സമരങ്ങൾ ശക്തമായിട്ട് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഇടപെടൂ. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ചില വിഷയങ്ങൾ മാത്രം സബ്ജക്റ്റീവായിട്ട് മാത്രം സമരം ചെയ്യുന്ന DYFI അത് നമ്മൾ കാണാതെ പോയത്. ഇപ്പോൾ CJPയുടെ വിഷയത്തിൽ DYFIയും SFIയും ഒക്കെ ഒരുപാട് സമരങ്ങൾ സംഘടിപ്പിച്ചു, ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോഴെല്ലാം അവർക്കുണ്ടായ പേരുദോഷം എന്തായിരുന്നു? ആ സമയത്ത് ഇവിടെ സമരം നടക്കുകയാണ് PSUമായി ബന്ധപ്പെട്ട്. കേരളത്തിൽ ശബ്ദമുയർത്താൻ കഴിയാത്ത DYFI അങ്ങ് ദേശീയ തലത്തിൽ പോയിട്ട് സമരം ചെയ്യുകയാണ്. നല്ലതാണ്. പക്ഷേ സ്വന്തം മണ്ണിലെ മനുഷ്യരെ മറന്നുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. വെറുതെയാണോ DYFI ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്? അവർ ചെയ്തു വെച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ്. എന്താണെങ്കിലും ഇപ്പോൾ VD സതീശനെ ഇപ്പോൾ തീരദേശ മേഖലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് VD സതീശൻ ഒരു ജാതി പ്രിവിലേജ് ഉള്ള ഒരാളാണ്. കടൽ തീരത്തേക്ക് 2 ക്രിസ്ത്യാനികളെയാണ് അയച്ചിരിക്കുന്നത് എന്നുള്ള മട്ടിൽ DYFI VD സതീശൻ ആക്രമിക്കുകയാണ്. ഇതാരാണ് ഈ പറയുന്നത് അല്ലേ? ആരാണ് പറയുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് എങ്ങനെ ഇതെല്ലാം പറയാൻ കഴിയുന്നു? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇവിടെ പ്രീണനം നടത്തുമ്പോൾ, വർഗീയവാദം നടത്തുമ്പോൾ ഒരക്ഷരം കൊണ്ടുപോലും പിണറായി വിജയൻ സഖാവെ അങ്ങ് കാണിക്കുന്നത് തെറ്റാണ്, ഇത്തരത്തിലുള്ള വർഗീയവാദികളോടൊപ്പം ചേരരുത്, തോളിൽ കൈയിട്ട് നടക്കരുത് എന്ന് ഏതെങ്കിലും ഒരു DYFIക്കാരന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ആക്ഷേപങ്ങൾ മുഴുവൻ DYFIയുടെ മേളിലേക്ക് ശരങ്ങൾ പോലെ വന്ന് വധിക്കുന്നത്. എന്താണെങ്കിലും DYFI സമരവുമായി മുന്നോട്ട് പോകട്ടെ. സർക്കാർ 4 തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PSCയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ട് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് പറയുന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടു, PSC വിഷയം എടുത്ത് ചോദിച്ചപ്പോൾ അവരുമായിട്ട് ഈ 4-ാം തീയതിയോ 5-ാം തീയതിയോ കാണാമെന്ന് പറഞ്ഞതാണ്. പ്രളയമായതുകൊണ്ട് അത് വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന രീതി. എന്താണെങ്കിലും സർക്കാർ ചോദിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ PSCയുമായി ബന്ധപ്പെട്ട് സമരം നടത്തുമ്പോൾ 4 തവണയെങ്കിലും ചർച്ച ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ആശാ വർക്കർമാരുടെ സമരം 365 ദിവസം അവിടെ സമരം നടത്തി. എത്ര രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്?
10-50 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തെ. ആ ദിവസങ്ങളിലൊന്നും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇവരുടെ ധാർഷ്ട്യം എന്തായിരുന്നു? ഇവരെന്താണ് ഈ വന്ന സമരക്കാരോട് പറഞ്ഞത്? മൈക്ക് തട്ടിപ്പറിച്ചു, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി, അവരോട് കാണിക്കാൻ കഴിയുന്ന ക്രൂരതകൾ കാണിച്ചു, സമരപ്പന്തൽ പൊളിച്ചു നീക്കി. അവരോട് കാണിക്കാൻ കഴിയുന്ന ക്രൂരതകളെല്ലാം കാണിച്ചപ്പോൾ എവിടെയായിരുന്നു ഡിവൈഎഫ്ഐ? ഒന്ന് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടുള്ളോ? ഇതിൻ്റെ എല്ലാം ശരങ്ങൾ ഡിവൈഎഫ്ഐയുടെ മേലിൽ വീണുകൊണ്ടേയിരിക്കുകയാണ്, ഇനിയും വീഴും. എന്താണെങ്കിലും ഡിവൈഎഫ്ഐ സമരവുമായിട്ട് പോകട്ടെ. സർക്കാർ തലത്തിൽ എന്താണ് സർക്കാർ ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.